ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ഉണക്ക ചെമ്മീൻ തീയൽ വെച്ചാലോ? എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് ഉണക്ക ചെമ്മീൻ തീയൽ. ഭയങ്കര ഇഷ്ടം. നമ്മുടെ പച്ചക്കൊഞ്ചിനേക്കാളും ഉണക്ക ചെമ്മീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണക്ക ചെമ്മീൻ തീയൽ വെക്കാമെന്ന് വിചാരിച്ചെന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെടുത്ത് എന്താ പറയുക, ഒരു 250 ഗ്രാം കാണും ഉണക്ക കൊഞ്ച്. പാക്കറ്റിൽ കിട്ടുന്ന എന്നാൽ തന്നെ നല്ലതുപോലെ അതിൻ്റെ തലയും ഒക്കെ കട്ട് ചെയ്ത് കഴുകി നമ്മൾ സ്ട്രെയിനകത്ത് വെച്ച് അരിച്ചിട്ട് നല്ലതുപോലെ വറുത്തെടുത്ത് അതാണിത് കേട്ടോ. നല്ലതുപോലെ വറുത്തെടുത്ത് നല്ല നീറ്റാക്കി എടുക്കണം, അല്ലെങ്കിൽ ചിലതിനകത്ത് മണ്ണ് കാണും, ചിലതിനകത്ത് കാണത്തില്ല. എന്നാലും ഇത് നല്ല നീറ്റാക്കി എടുത്ത് അപ്പം ആദ്യം കഴുകിയിട്ട് വേണം, അത് തല നുള്ളിയിട്ട് കഴുകണം, കഴുകിയിട്ട് വറക്കണം. ഇതെന്ന് പറയാണ്ട് വറക്കുന്ന അതിൻ്റെ പരുവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. കണ്ടോ, ഇതാണ് എൻ്റെ പരുവം. കണ്ടോ, ഈ പരുവത്തിലാണ് നമ്മൾ മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഉണക്കക്കൊഞ്ച് 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചേരുവകളെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു 15 ചെറിയ ഉള്ളി എടുത്ത് രണ്ടായിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് പൊളിച്ച് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, എരിക്കനുസരിച്ച് 2 or 4 പച്ചമുളക് ഇടാം. ഇവിടെ എരി കുറവ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഒരു തക്കാളി, പുളിക്ക് വേണ്ടി തക്കാളിയും പിഴിപുളിയൊക്കെ ചേർക്കാം. ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായ കുറച്ച് നമ്മുടെ വാളൻ പുളി പിഴിഞ്ഞ് ഒഴിക്കും. ഇനി അടുത്തത്, ഇനി ഞാനിത് തേങ്ങ എപ്പോഴും കാണിക്കണ്ടല്ലോ, തേങ്ങ വറക്കാൻ അറിയാമല്ലോ. തേങ്ങ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അരമുറി തേങ്ങയ്ക്കകത്ത് ചെറിയ ഉള്ളിയും ഈ കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ വറുത്തിട്ട് വെച്ചേക്കുന്നതാണ്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി ഇതിനകത്തോട്ട് നമുക്ക് ഈ മസാലകളെല്ലാം ചേർക്കാം. മസാലകളെന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇവിടെ എരി കുറവായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ ചേർക്കാം. അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത് നല്ലതുപോലെ മൂത്തോണ്ട് ഇനി നമുക്ക് ഈ മസാലകളെല്ലാം അങ്ങ് ചേർക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന പോലെ വരെ ഇളക്കണം. അപ്പോൾ നല്ല മല്ലിയുടെ മൂത്ത മണം വരുന്നുണ്ട്. ഇത് നല്ല വിളഞ്ഞ തേങ്ങയുടെ ഒട്ടും എണ്ണ ചേർക്കാതാവും ഇത് തേങ്ങ വറുത്തെടുത്തത്. വിളഞ്ഞ തേങ്ങ എപ്പോഴും നല്ല, അപ്പോൾ അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങും. അപ്പോൾ നല്ലതുപോലെ ഈ മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ ഇതിനകത്ത് ചേർന്ന് വന്നിട്ടുണ്ട്. നല്ല മൂത്ത മണം വരുന്നു. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ചൂടോടെ ഇത് പൊടിച്ചിട്ട് വേണം മിക്സിക്കകത്തോട്ട് അരയ്ക്കാൻ. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ ഈ തേങ്ങ തിരുമ്മിക്കഴിഞ്ഞ് വറക്കുന്ന ഒരു ടിപ്പുണ്ട്. തേങ്ങ തിരുമ്മിയിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ച് കഴിഞ്ഞ് വറുത്ത് കഴിഞ്ഞാൽ ഒരുപോലെ കിടക്കും തേങ്ങ, മനസ്സിലായി? അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ മസാലയെല്ലാം നല്ലതുപോലെ ഇതിനകത്ത് ചേർന്ന് പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ തേങ്ങ പൊടിച്ച് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. നമ്മൾ എടുത്ത് വെച്ച ഉള്ളിയും പച്ചമുളകും ഇല്ലേ, അതിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയിട്ട് ബാക്കി വരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. പച്ചമുളകും എല്ലാം ഇതിനകത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടിനകത്ത് ആഡ് ചെയ്യാം. അതുകൂടെ ഒന്നുകൂടെ ഇതിനകത്ത് കിടന്നൊന്ന് മൂക്കട്ടെ. ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ ഒരു ഗുണം അതിനകത്തൊന്ന് പിടിക്കട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മണം വരുന്നുണ്ട് കേട്ടോ. അല്ല, ഓൾറെഡി നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ കിട്ടുന്നേ ഉള്ളൂ. എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്.
കളറൊന്ന് മാറുമ്പോൾ നമുക്കെന്താ ഇടണം പറയാം, തക്കാളി ഇടണം. അപ്പം തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. ഈ നമ്മൾ നേരത്തെ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുള്ള അതിൽ നിന്നൊരു ചാറിറങ്ങി ഈ മീൻ ഒന്നുകൂടെ അതങ്ങ് ഇതായിപ്പോവും, മുരിയത്തില്ല. അപ്പം ഈ ഓൾറെഡി മുരിഞ്ഞ് ഈ തക്കാളിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ തക്കാളി നീരിറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. തക്കാളി ഇവിടെ കിടന്ന് മുരിയട്ടെ. അപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഗ്രേവി അരപ്പുണ്ടല്ലോ, അത് കണ്ട, ഇതാണ് അതിൻ്റെ അരപ്പ്. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് ഉള്ള അരപ്പ്, ഒട്ടും അധികം വെള്ളം ചേർക്കാതെ മിക്സിക്കകത്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കളയരുന്നുള്ളൂ, വെള്ളം എടുത്ത് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം വേണം നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് വെള്ളം ആഡ് ചെയ്തേക്കാം. ഇതിരുന്ന് നന്നായിട്ട് വേവട്ടെ. വെന്ത് ഈ വെള്ളം ഈ ചാറ് കുറുകുമ്പോൾ നമുക്ക് അരപ്പൊഴിക്കാം. ഇതിൽ നിന്ന് ഞാൻ 1 സ്പൂൺ അരപ്പൊടി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് അരപ്പ്. ഉപ്പ് ഞാൻ പറയുന്നില്ല, ഉപ്പ് ഞാൻ പറയാത്തെന്ന് വെച്ചാൽ പലർക്കും പല രീതിയിലുള്ള ഉപ്പാണ്. ഇതിനകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പുണ്ട്, ഏതായി നമ്മുടെ ഈ ചെമ്മീൻ. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അടുത്ത ഉപ്പെടുക്കാം. അപ്പോൾ ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകിയാകുമ്പം നമുക്ക് അടുത്ത അരപ്പ് ചേർക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കൊഞ്ച് തീയൽ, ഉണക്ക കൊഞ്ച് അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ തീയൽ ഫൈനലായിട്ട് വന്നിരിക്കുന്നു. ഞാനൊരു അരഭാഗമായപ്പോഴത്തെ ബാക്കി അരപ്പോടെ ഒഴിച്ചു. അങ്ങനെ ചെറിയ തീയിൽ വെച്ച് എണ്ണ തെളിഞ്ഞ് കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. എന്ന് വെച്ചാൽ നല്ല വിളഞ്ഞ തേങ്ങയും കൂടെ ആയിരുന്നു കേട്ടോ അത് പാകം. അപ്പം നല്ലതുപോലെ വെന്ത്, ഞാൻ ഉപ്പ് എരിയെല്ലാം നോക്കി, എല്ലാം കറക്റ്റുണ്ട്. തക്കാളിയെല്ലാം വെന്ത് ചേർന്ന് കൊഞ്ചെല്ലാം വെന്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടുക് കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടേക്കാം. ഇത് വറ്റൽമുളകും പിന്നെ വറ്റൽമുളകും ഈ സവാളയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ എടുത്ത് വറുത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് കടുക് പൊട്ടിച്ച്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. തീ ഓഫ് ചെയ്യണേ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഉണക്ക കൊഞ്ച് അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ തീയൽ അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ വറുത്തരച്ചത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്ത് ചിലവർ മുരിങ്ങയില ഇടാം, മുരിങ്ങയ്ക്ക കീറിയിടാം, അതോടൊക്കെ ഓപ്ഷനാണ്. ഞാൻ പിന്നെ പുളി ചേർത്തില്ല, വേണമെങ്കിൽ പുളി ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ പിന്നെ വലിയ അത്രയ്ക്ക് അങ്ങോട്ട് നിർബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ പുളി അത്ര ചേർത്തില്ല തക്കാളിയിൽ നിന്ന്. അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്, എരിയെല്ലാം കറക്റ്റ്. എരി ഇവിടെ പൊതുവേ കുറവായതുകൊണ്ടാണ് എരി കുറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുളക് പൊടിയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം, മുളക് പൊടിയുടെ എണ്ണ മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഓക്കെ. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, കമൻസ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് വീഡിയോ മൊത്തം കാണണം, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.